പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് വിരാമമിട്ടുകൊണ്ടുള്ള ആവേശകരമായ കൊട്ടിക്കലാശത്തിൽ ജനമനസ്സുകളെ കീഴടക്കി UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയുടെ പ്രകടനം. രാഷ്ട്രീയ പോരാട്ടത്തിനപ്പുറം ഒരു നാടിന്റെ ആഘോഷമായി മാറിയ കൊട്ടിക്കലാശത്തിൽ പ്രവർത്തകർക്കൊപ്പം ആവേശത്തോടെ ചുവടുവെക്കുന്ന പിഷാരടിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ കേരളമൊട്ടാകെ തരംഗമായിരിക്കുകയാണ്. സിനിമയിലെ നായകനേക്കാൾ ഉപരി പാലക്കാടിന്റെ മകനായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന പിഷാരടിയുടെ പ്രചാരണ ശൈലി മണ്ഡലത്തിൽ പുതിയൊരു ഊർജ്ജമാണ് പകരുന്നത്. പാലക്കാട് നഗരത്തെ ഇളക്കി മറിച്ചുകൊണ്ടായിരുന്നു UDFന്റെ കൊട്ടിക്കലാശം നടന്നത്. ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരന്ന റാലിയിൽ തുറന്ന ജീപ്പിന് മുകളിൽ കയറി നിന്ന് സ്ഥാനാർത്ഥി രമേശ് പിഷാരടി തന്റെ ചടുലമായ നീക്കങ്ങളിലൂടെ ജനങ്ങളെ ആവേശത്തിലാഴ്ത്തി. പാലക്കാട് MP VK ശ്രീകണ്ഠനൊപ്പം കൈകൾ കോർത്തു പിടിച്ചും പ്രവർത്തകർ അഭിവാദ്യം അർപ്പിച്ചും പിഷാരടി നടത്തിയ ആവേശ പ്രകടനം തിരഞ്ഞെടുപ്പ് പ്രചാരണ ചരിത്രത്തിലെ തന്നെ വേറിട്ടൊരു കാഴ്ചയായി മാറി. തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ മനസ്സുകൾ ഏറ്റുപാടും നമ്മൾ ഒന്നാണ് എന്ന അടിക്കുറിപ്പോടെയാണ് താരം ഈ വീഡിയോ പങ്കുവച്ചത്. വീഡിയോ വൈറലായതോടെ രാഷ്ട്രീയ ഭേദമന്യേ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത്. പിഷാരടി തൂക്കിയിരിക്കും, ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സമാധാനം തോന്നുന്നു, ഈ ഇലക്ഷൻ നിങ്ങൾ കൊണ്ടുപോയി ബ്രോ എന്നിങ്ങനെയുള്ള ആവേശകരമായ പ്രതികരണങ്ങളാണ് വീഡിയോയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി ജനങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ പിഷാരടി നടത്തിയ പ്രസംഗം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്വത വിളിച്ചോതുന്നതായിരുന്നു. രമേശ് പിഷാരടിയല്ല വിജയിക്കുന്നത്, UDF ആണ് വിജയിക്കുന്നത്. ഞാനല്ല, നമ്മളാണ് വിജയിക്കുന്നത്. നമുക്ക് വേണ്ടിയാണ് ഈ മത്സരം, നമ്മുടെ നാടിനു വേണ്ടിയാണ് ഈ മത്സരം. താനൊരു സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയാണെന്ന പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾക്ക് ഈ വാക്കുകളിലൂടെ അദ്ദേഹം മറുപടി നൽകി. തന്നെ ഒരു വ്യക്തിയായി കാണാതെ നാടിന്റെ മാറ്റത്തിനു വേണ്ടിയുള്ള ഒരു പ്രതിനിധിയായി കാണാനാണ് അദ്ദേഹം വോട്ടർമാരോട് ആവശ്യപ്പെട്ടത്.